തിരുവനന്തപുരം അമ്പൂരിയിൽ നിന്ന് രക്ഷപ്പെട്ട പുലിയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു എന്ന വാർത്തയാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായി അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്ത പുലി കുടുങ്ങി എന്നാണോ വിനീഷ് മനസ്സിലാക്കേണ്ടത്? കാരണം ഈ പുലിയെ ഇപ്പോൾ വലയിൽ കുടുക്കാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കണോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ്? നിലവിൽ പുലിയുടെ ശരീരത്തിലേക്ക് മയക്കുവെടി വയ്ക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചത്. RR ടീമാണ് ഇപ്പോൾ പുലിയെ മയക്കുവെടി വച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന രണ്ടുപേരും ഒപ്പമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത്, അമ്പൂരി പ്രദേശത്ത്, ഈ ഒരു പുലിയെ പിടികൂടാനുള്ള ശ്രമം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. 5 അംഗ സംഘം ഈ പുലിയുടെ സമീപത്തേക്ക് പോകുമ്പോൾ തന്നെ പുലി അവിടെ നിന്നും വലിയ രീതിയിൽ കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യമുണ്ടായി. വീണ്ടും പിന്തുടർന്നാണ് പുലിയെ ഇപ്പോൾ മയക്കുവെടി വച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയിരുന്നത് പുലി ചെറിയൊരു പുലിയാകാം എന്നതായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ അതിൽ നിന്നും ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കരുതിയതിൽ നിന്നും വലിയ ഭാരമുള്ള പുലിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മയക്കുവെടി വച്ചത് പര്യാപ്തമാണോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘം മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമുക്കറിയാം, വൈൽഡ് ലൈഫ് വാർഡനും RR ടീമും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരാണ് നമ്മുടെ സമീപത്തായി നിൽക്കുന്നത്. ആ തൊട്ടു മലയുടെ താഴെയാണ് ഇപ്പോൾ പുലി ഒളിച്ച് ഒരു ശ്രമം അത് ഫലം കാണുന്ന തരത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വെടിവെച്ചത് പുലിക്ക് മയക്കുവെടി വെച്ചത് പുലിയെ ശരീരത്തിലേക്ക് കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ചില നാട്ടുകാർ കൂടിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പുലി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു ഘട്ടമുണ്ടായപ്പോൾ തന്നെ നാട്ടുകാർ വലിയ രീതിയിൽ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്, ഞാൻ നിൽക്കുന്ന ഈ മലപ്രദേശം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള മലക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണെങ്കിൽ പോലും ഇതിന്റെ സമീപത്തായി ഓരോ സ്ഥലങ്ങളിലായി 1650-ലധികം പേർ താമസിക്കുന്നു എന്ന കണക്കാണ് നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്നത്. ഈ 1650-ലധികം പേർ ഭയപ്പാടിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുലി പിടികൂടുന്നതോടുകൂടി ഇവർ ഒരു സമാധാന ജീവിതത്തിലേക്ക് നീങ്ങും തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നത് ഏറ്റവും ഒരു സമാധാന ജീവിതത്തിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നത് പുലി ഏത് തരത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന് കൃത്യമായി ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഘട്ടം മുതൽ നമുക്ക് പുലിയുടെ സമീപത്തേക്ക് എത്തുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ആ സമീപത്തേക്ക് എത്തി പുലി കുടുങ്ങിക്കിടക്കുന്നത് ഏത് തരത്തിലെന്ന് ഒരു ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കുന്നത് പോലും നമ്മൾ ദൃശ്യങ്ങളിൽ തത്സമയം കാണിച്ചതാണ്. അതിനുശേഷം വീണ്ടും 5 അംഗ ടീം സമീപത്തേക്ക് പോകുമ്പോഴാണ് പുലി അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുന്നതും. അതിനുശേഷമാണ് വീണ്ടും രക്ഷപ്പെടുന്ന സ്ഥലം വീണ്ടും ഉദ്യോഗസ്ഥർ അതിന് പുറകെ പോയി വീണ്ടും മയക്കുവെടി വയ്ക്കുന്ന കാഴ്ച നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ മയക്കുവെടി ഫലം കണ്ടിരിക്കുന്നു. ആദ്യഘട്ട ശ്രമം പരാജയപ്പെട്ടെങ്കിലും മയക്കുവെടി ഇപ്പോൾ വച്ചിരിക്കുന്നത് ഫലം കണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ ഈ പുലിയെ ഇവിടെ നിന്ന് മാറ്റുക എന്നത്, അല്ലെങ്കിൽ താഴേക്ക് വാഹനത്തിന്റെ അടുത്തേക്ക് എത്തുക എന്നത് ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായി തന്നെ മാറേണ്ടിയിരിക്കുന്നു എന്നതാണ്. ഇനിയും പുലി മയങ്ങാൻ സമയങ്ങൾ എടുക്കും. അതുകൊണ്ട് തന്നെ അതിനായി തന്നെയാണ് ഉദ്യോഗസ്ഥർ, വനപാലകർ ഇപ്പോഴും ഇവിടെ RR ടീമും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ കാത്തു നിൽക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക. വിനീഷ്, എന്തായാലും അവിടെയുള്ള പരിസരവാസികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നീക്കങ്ങൾ അവിടെ വനപാലകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ടോ? കാരണം ജനങ്ങൾ പരിഭ്രാന്തരാണ്. ഇപ്പോൾ എന്തായാലും നിയന്ത്രണ വിധേയമാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ജാഗ്രതയുടെ ആവശ്യം നിലവിൽ ഇപ്പോഴും ഉണ്ടല്ലോ അവിടെ. തീർച്ചയായിട്ടും ഇപ്പോഴും ഒരു ജാഗ്രതയുടെ ആവശ്യമുണ്ട്. കാരണം പുലി പൂർണ്ണമായും മയങ്ങിയിട്ടില്ല. നേരത്തെ പുലിയുടെ ആ ഒരു വെയിറ്റിനനുസരിച്ച്, പ്രത്യേകിച്ച് പറഞ്ഞാൽ പുലിയുടെ ആ ഭാരത്തിനനുസരിച്ച് കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് മയക്കുവെടി വയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ഉദ്യോഗസ്ഥർ ഓരോ ഇവിടെ എത്തുന്ന ഓരോ നാട്ടുകാർക്കും വനവാസികൾ അടക്കമുള്ളവർക്ക് നൽകുന്നുണ്ട്. കാരണം പരിസര പ്രദേശങ്ങളിലേക്ക് പോലീസും ഉൾപ്പെടെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നതും തൊട്ട് താഴെയായിട്ട് ഉദ്യോഗസ്ഥരുടെ സംഘം അവിടെ തമ്പടിച്ചിരിക്കുന്നു. അതിന് താഴെ, ആ മലയുടെ താഴെയായിട്ട് വീണ്ടും മറ്റൊരു ടീം ഉണ്ട് എന്നതാണ്. RR ടീമും ഡോക്ടർമാരുടെ സംഘവും ഉണ്ട്. അവരാണ് ഇപ്പോൾ വെടിവെച്ചിരിക്കുന്നത്. നമ്മൾ ഏറ്റവും എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും
പുലിയെ പിടികൂടാനുള്ള ശ്രമം നടക്കുന്നു എന്നതാണ് ഇപ്പോഴും പറയാൻ സാധിക്കുക. ഇനി രണ്ടാം ഘട്ട വെടിവയ്പ്പിലേക്ക് ഒരുപക്ഷെ മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുമോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. കാരണം ഈ പുലിയുടെ ഭാരത്തിനനുസരിച്ചുള്ള മയക്കുവെടി അത് ആദ്യഘട്ടത്തിൽ വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത ഉദ്യോഗസ്ഥർ നൽകിയിട്ടുമില്ല. അതുകൊണ്ടാണ് പുലി ഇത്തരത്തിൽ മയങ്ങാൻ താമസമെടുക്കുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം എന്ന ഒരു നിലപാട് ഈ നാട്ടുകാർ പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ വളർത്തുമൃഗങ്ങൾ, നായ, ആട് ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ പിടികൂടുന്ന ഒരു സാഹചര്യവും കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ പിടികൂടുന്ന സാഹചര്യത്തിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇവിടെ അമ്പൂരിയിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ളത്. ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വിവരം അറിയിക്കുകയും ആദ്യഘട്ടത്തിൽ ചെറിയ തോതിലുള്ള തിരച്ചിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. പക്ഷേ അപ്പോഴും പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് അത് നേരിട്ട് ഇവിടെ റബ്ബർ തൊഴിലാളികളായി റബ്ബർ വെട്ടാൻ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ നിലവിലെ സാഹചര്യം ശരി, എന്തായാലും പുലിക്ക് മയക്കുവെടി നൽകിയിരിക്കുകയാണ് ഭാരത്തിനനുസരിച്ച്. പക്ഷെ പൂർണ്ണമായും പുലി മയങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലും ജാഗ്രത പുലർത്തുന്നുണ്ട് പ്രദേശത്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ RRT സംഘമെന്നും മനസ്സിലാക്കുന്നു.